താണുവണങ്ങീരാ ആശ്രയിച്ചീരാ ദിവ്യകാരുണ്യത്തെ ആരാധിച്ചീരാ താണുവണങ്ങീരാ ആശ്രയിച്ചീരാ ദിവ്യകാരുണ്യത്തെ ആരാധിച്ചീരാ താണുവണങ്ങീരാ ആശ്രയിച്ചീരാ ദിവ്യകാരുണ്യത്തെ. എല്ലാം സമർപ്പിച്ചുകൊണ്ട് ഈ ദിവ്യകാരുണ്യത്തെ നമ്മുടെ ജീവിതങ്ങൾ മുഴുവനും കർത്താവിന്റെ മുമ്പിൽ സമർപ്പിച്ച് കരുണയ്ക്ക് വേണ്ടി യാചിച്ചുകൊണ്ട് നമുക്ക് പാടാം. ഈ ദിവ്യകാരുണ്യത്തെ ഒരാന്തരികമായ ശാന്തി നേടുന്നതിനുള്ള കൃപയ്ക്ക് വേണ്ടി ഈ ദിവ്യകാരുണ്യത്തെ എന്റെ ജന്മത്തിൽ ലഭിക്കുന്ന ഏറ്റവും വലിയ കൃപയാണ് കുർബാനയുടെ മുമ്പിലിരുന്നുള്ള നിശബ്ദമായ പ്രാർത്ഥന. ആരാധിച്ചീരാ താണുവണങ്ങീരാ ആശ്രയിച്ചീരാ ദിവ്യകാരുണ്യത്തെ. എല്ലാം സമർപ്പിച്ചുകൊണ്ട് ആശ്രയബോധത്തോടെ ആ കണ്ണുകളിലേക്ക് നോക്കി അവനെ നോക്കിയവർ മുഴുവൻ പ്രകാശിതരായി എന്നുള്ള സങ്കീർത്തകന്റെ മനോഭാവത്തോടുകൂടെ നമ്മുടെ ജീവിതത്തിന്റെ, കുടുംബത്തിന്റെ ഇരുളടഞ്ഞ മേഖലകളിലേക്ക് ദിവ്യകാരുണ്യത്തിന്റെ ശക്തിയും പ്രകാശവും ചൊരിയുന്നതിനു വേണ്ടി ആരാധിച്ചീരാ താണുവണങ്ങീരാ ആശ്രയിച്ചീരാ ദിവ്യകാരുണ്യത്തെ. കണക്കുകൂട്ടലുകൾ മുഴുവനും പിഴയ്ക്കുമ്പോൾ, അടിതെറ്റുമ്പോൾ, നട്ടം തിരിയുമ്പോൾ, എങ്ങും രക്ഷയില്ല എന്ന് കരുതുമ്പോൾ കരുതലിന്റെ കരം നീട്ടി ദിവ്യകാരുണ്യനാഥൻ കൂടെ നടക്കുന്നുണ്ടെന്നുള്ള ആ ബോധ്യത്തിലേക്ക് വളരുന്നതിനു വേണ്ടി ദിവ്യകാരുണ്യത്തെ നോക്കി എന്നെ പൊതിയണമേ കരുണ കൊണ്ടെന്നുള്ള യാചനയോടുകൂടെ പാടാം. ദിവ്യകാരുണ്യത്തിൻ മുൻപിൽ മാറാത്ത ദുഃഖങ്ങളില്ല. ഈ ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിയാണ് ദിവ്യകാരുണ്യം. ദിവ്യകാരുണ്യത്തിൻ മുൻപിൽ തീരാത്ത ദുരിതങ്ങളില്ല. കഷ്ടപ്പെടുന്നവര് മുഴുവനും എന്റെ ഈ നീരുറവയിൽ നിന്ന് കുടിക്കുവിനെന്ന് യോഹന്നാന്റെ സുവിശേഷത്തിൽ ഈശോ മരണത്തിന് ഏതാനും നാളുകൾക്ക് മുമ്പ് പ്രഖ്യാപിച്ചത് ദിവ്യകാരുണ്യത്തെ ഉറ്റുനോക്കിക്കൊണ്ടാണ്. ദിവ്യകാരുണ്യത്തിൻ മുൻപിൽ ഉണങ്ങാത്ത മുറിവുകളില്ല. ദുഃഖങ്ങളും ഭാരങ്ങളും പേറുന്ന എല്ലാ മനുഷ്യരുടെയും ഉള്ളിന്റെ ഉള്ളിൽ ആന്തരികമായി മുറിവുകളുണ്ട്. ഈ മുറിവുണക്കാൻ ഈ ലോകത്തിൽ ഒരു ശക്തിക്ക് സാധിക്കൂ, അത് ദിവ്യകാരുണ്യത്തിന്റെ തൈലം കൊണ്ട് പൂശി സൗഖ്യത്തിന് വേണ്ടി ദാഹിച്ചുകൊണ്ട് പാടാം. ദിവ്യകാരുണ്യത്തിൻ മുൻപിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് ഈ ആരാധന കൂടുന്നവരും മുഴുവനും കരങ്ങളുയർത്തി കുടുംബത്തെയും ജീവിതത്തെയും തകർക്കുന്ന മുറിവുകളിലേക്ക് ദിവ്യകാരുണ്യത്തിന്റെ
ശക്തമായ പ്രഭയില് വിശുദ്ധമായ ദൈവത്തിന്റെ തൈലമായ ഈ കുദാശയിലേക്ക് നോക്കിക്കൊണ്ട് സുഖപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിച്ച് വലിയ അത്ഭുതത്തിനു വേണ്ടി ദിവ്യകാരുണ്യത്തിൻ മുൻപിൽ അവിടുത്തേക്ക് അസാധ്യമായിട്ടൊന്നുമില്ല. തീരാത്ത കണ്ണുനീരില്ല. ആയിരക്കണക്കിന് മനുഷ്യരുടെ കണ്ണുനീരൊപ്പിയ തൃക്കേപ്പറ്റ, വയനാട്ടിലുള്ള തൃക്കേപ്പറ്റ ദേവാലയത്തിലെ ബലിപീഠത്തിൽ അർപ്പിക്കപ്പെടുന്ന ബലിയും നിരന്തരമായി 5 വർഷമായി തുടരുന്ന വിടുതൽ ശുശ്രൂഷ കൊണ്ട് ആയിരങ്ങളുടെ സൗഖ്യവും കണ്ണുനീരും ഒപ്പിയെടുത്ത ദിവ്യകാരുണ്യനാഥനിലേക്ക് കണ്ണുനീര് എന്നു മാറുമോ എന്നുള്ള ഈരടി മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഒന്ന് സുഖപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പാടാം. ദിവ്യകാരുണ്യത്തിൻ മുൻപിൽ ഇതൊരു അഭിഷേക ശുശ്രൂഷയാണ് പ്രിയപ്പെട്ടവരെ. പൊറുക്കാത്ത പാപങ്ങളില്ല. കല്ലെറിയാനായിട്ട് ക്രിസ്തുനാഥന്റെ സന്നിധാനത്തിലേക്ക് കൊണ്ടുവന്ന പാപിനിയായ സ്ത്രീയെ നോക്കി കർത്താവ് പറഞ്ഞു, മേലിൽ നീ പാപം ചെയ്യരുത്, ഞാനും വിധിക്കുന്നില്ല, വിധി നടത്തുന്നില്ല. കർത്താവ് ഏത് പാപിക്കും ഏത് വിനാഴികയിലും വന്ന് ആനന്ദം കണ്ടെത്തുന്ന ഒരു നീരുറവയുടെ ഉറവിടമാണ് ദിവ്യകാരുണ്യമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് പാപഭാരം മുഴുവനും നിരാശയും ഉത്കണ്ഠയും ആകുലതകളും ശരിയാകില്ല എന്നൊരിക്കലും പറയരുത് എന്നുള്ള ബോധ്യത്തോടുകൂടെ എൻ്റെ കർത്താവ് കൂടെയുണ്ടെന്നുള്ള ആ ഒരു നിശ്ചയദാർഢ്യത്തോടുകൂടെ പാടാൻ നമുക്ക്. രണ്ട് കരങ്ങളും ദിവ്യകാരുണ്യത്തെ നോക്കി വിരിച്ചു പിടിച്ചുകൊണ്ട് കുടുംബത്തിന്റെയും ജീവിതത്തിന്റെയും പ്രശ്നങ്ങൾക്ക് പരിഹാരം തേടി ഈ കുർബാനയുടെ മുമ്പിൽ കരഞ്ഞ ആയിരങ്ങൾക്ക് സൗഖ്യം കൊടുത്ത ഈ ബലിപീഠത്തിന്റെ ശക്തി തിരിച്ചറിഞ്ഞുകൊണ്ട് പാടുകയും, ഈശോയെ പൊന്നുതമ്പുരാനെ, എന്റെ പൗരോഹിത്യത്തിന്റെ നാമത്തിൽ ഈ ആരാധനയിൽ സംബന്ധിക്കുന്ന ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്നത് ആരാധന നടത്തുന്നവരിലേക്ക് നിന്റെ കൃപ ചൊരിയട്ടെ. അത്യുന്നതിന്റെ ശക്തി ഒഴുകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവേ നന്ദി, യേശുവേ ആരാധന, ആരാധന, ആരാധന. സ്തുതിച്ച് പ്രാർത്ഥിച്ച എല്ലാവരും വിടുതലിന് വേണ്ടി കർത്താവേ അഭിഷേകം അത്യുന്നതിന്റെ ശക്തി ഒഴുകട്ടെ. രോഗികൾ സുഖപ്പെടട്ടെ. ഈശോയെ നിരാശയിലുള്ളവർ തിരിച്ചു വരട്ടെ. പ്രതീക്ഷയോടെ ആയിരിക്കുന്നവര് അതേ വിശുദ്ധമായ സംരക്ഷണ കവചത്തിലായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ കൃപകളിലെല്ലാം സമർപ്പിച്ചുകൊണ്ട് വലിയ വിടുതലിന് വേണ്ടി പ്രാർത്ഥിച്ച് ഈ ആരാധന വിടുതൽ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന എല്ലാവരെയും ദേവാലയ നിർമ്മാണത്തെയും അതിന്റെ സാമ്പത്തിക പ്രതിസന്ധികളെയും ഈശോയെ ആയിരങ്ങൾക്ക് സൗഖ്യം കൊടുക്കുന്ന ഈ ആരാധന ഞങ്ങളിൽ ഓരോരുത്തരുടെ സൗഖ്യം കൊടുക്കണമേ. യേശുവേ നന്ദി, യേശുവേ ആരാധന, 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 ആരാധന. ശരീരം കൊണ്ട് രക്ഷിക്കണമേ. ഈ വിശുദ്ധ വാരത്തിന്റെ ഓരോ എല്ലാവരും ആയിരക്കണക്കിന് മനുഷ്യർക്ക് സൗഖ്യം കൊടുക്കണമേ. യുദ്ധം അവസാനിക്കുവാൻ രാഷ്ട്ര നേതാക്കൾ ഇടപെടണമേ. ജനജീവിതം താറുമാറാകരുതേ. ലോകരക്ഷകനായ ഈശോയെ രക്ഷാകരമായി കരനീട്ടി അനുഗ്രഹിക്കണമേ. തകർന്ന കുടുംബങ്ങളെ രക്ഷിക്കണമേ. മാനസിക ആരോഗ്യ അനാരോഗ്യങ്ങളെ വേദനിക്കുന്നവരെ രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ നന്ദി, യേശുവേ ആരാധന. കരങ്ങൾ അടിച്ചുകൊണ്ട് നമുക്ക് അവിടുത്തെ പാടി സ്തുതിക്കാം. കരങ്ങൾ അടിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, രക്ഷകന്റെ കണ്ണുകളിലേക്കും തുറക്കപ്പെട്ട ഹൃദയവുമാകുന്ന ഈ ദിവ്യകാരുണ്യത്തെ നോക്കി എൻ്റെ പൊന്നീശോയെ, പാപിനിയായ സ്ത്രീക്ക് സ്നേഹത്തിന്റെ മാറിടം വചനത്താൽ തുറന്നു കൊടുത്ത പൊന്നുതമ്പുരാനെ, സുഗന്ധതൈലം കൊണ്ട് നിന്റെ കാൽക്കൽ വീണുകിടന്ന് പൂശി അത് തലമുടി കൊണ്ട് തുടച്ച ആ ഗ്രാമത്തിലെ അറിയപ്പെടുന്ന പാപിനിയെയും സുഖപ്പെടുത്തി അയച്ചിട്ട് അവളോട് പറഞ്ഞു, നീ എൻ്റെ പേരെവിടെയെല്ലാം പ്രഘോഷിക്കപ്പെടുന്നുണ്ടോ അവിടെയെല്ലാം നീ ഒരു അപ്പസ്തോലയായിരിക്കുമെന്ന്. പാപിനി അപ്പസ്തോല തലത്തിലേക്ക് ഉയർത്തിയ പൊന്നുതമ്പുരാനെ, പാപമംഗലമായ ഈ ലോക ജീവിതത്തിലും ഞങ്ങളുടെ മാനുഷിക ജീവിതത്തിലും വന്നുപോയ തെറ്റുകുറ്റങ്ങൾ പുറത്ത് നിന്റെ രക്ഷാകരമായ അനുഭവവും ആന്തരികമായ സൗഖ്യവും നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. രോഗികൾ ഈ ആരാധനയിൽ സൗഖ്യം പ്രാപിക്കട്ടെ. 5 വർഷമായി തുടരുന്ന ഈ ദേവാലയത്തിലെ ബലിപീഠത്തിൽ നർപ്പിക്കപ്പെടുന്ന ദിവ്യകാരുണ്യ വിടുതൽ ശുശ്രൂഷയിലൂടെ സൗഖ്യപ്പെട്ട രോഗങ്ങൾ നിരവധി.
ക്യാൻസർ സുഖപ്പെട്ടിട്ടുണ്ട്. ഹൃദയത്തിൻ്റെ വാൽവുകൾ അടഞ്ഞിട്ടുണ്ട്. അലർജി രോഗങ്ങൾ മാറിയിട്ടുണ്ട്. മാനസിക രോഗങ്ങൾ വിട്ടുപോയിട്ടുണ്ട്. തകർന്ന കുടുംബ ബന്ധങ്ങൾ കൂട്ടിയോജിപ്പിച്ചിട്ടുണ്ട്. അകന്ന ഭാര്യ-ഭർത്തൃ ബന്ധങ്ങൾ ഒന്നായിട്ടുണ്ട്. കടബാധ്യതകൾ ലക്ഷോപലക്ഷം രൂപയ്ക്കുള്ള കടബാധ്യത കൊണ്ട് വീർപ്പുമുട്ടി ആത്മഹത്യയുടെ വക്കിലെത്തി നിൽക്കുന്നവരൊക്കെ 100 കണക്കിന് കുടുംബങ്ങൾ രക്ഷപ്പെട്ടിട്ടുണ്ട്. യേശു ഇന്നും ജീവിക്കുന്ന രക്ഷകനാണ്. മരണമില്ലാത്തവനെ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. നീതിമാനായ ദൈവം നീതിരഹിതമായി പ്രവർത്തിക്കുന്നവരിലേക്ക് മാനസാന്തരത്തിന്റെ വിത്ത്. കർത്താവേ, കരുണ തോന്നി അനുഗ്രഹിക്കണമേ. നിന്റെ കരുണ കൊണ്ട് പൊതിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം, പാടാം. കരങ്ങൾ അടിച്ചുകൊണ്ട് ഈശോയെ, നിന്റെ കൃപയൊഴുകിയാലും ഈ നിമിഷം എൻ്റെ പൗരോഹിത്യത്തിന്റെ നാമത്തിൽ ഈ ആരാധനയിൽ ഉൾപ്പെട്ടിരിക്കുന്ന നിന്റെ അഭിഷേക തൈലം കൊണ്ട്, നിന്റെ സാന്നിധ്യം കൊണ്ട് ഒരു കൃപയായി ഒഴുകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വെള്ളിയാഴ്ചത്തെയും ദുഃഖവെള്ളിയാഴ്ചത്തെയും ഈസ്റ്റർ ദിനങ്ങളിലെയും ശുശ്രൂഷകൾ സമാധാനത്തിലേക്ക് നയിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പരീക്ഷ എൻ്റെ ദൈവം അനുവദിച്ച പരിഹാരമേനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എൻ്റെ ദൈവം അനുവദിച്ച പരിഹാരമേനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എൻ്റെ നന്മയ്ക്കായി അറിയുന്നു ഞാൻ. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എൻ്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. എനിക്കായി കരുതുന്നവൻ ശക്തമായി കരങ്ങളടിച്ചുകൊണ്ട് ദിവ്യകാരുണ്യനാഥന്റെ സന്നിധാനത്തിലേക്ക്, ആ ഹൃദയത്തിലേക്ക്, ആ മനസ്സിലേക്ക്, ആ തിരുമൊഴിയിലേക്ക്, സാന്നിധ്യത്തിലേക്ക് ജീവിതം കൊടുത്ത് നമുക്ക് സമാധാനത്തിൽ ശാന്തിയിൽ ജീവിക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, ഈ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് ഈ ആരാധനയിൽ ശുശ്രൂഷയിൽ ഈ അനോയിന്റ്മെന്റിൽ ആയിരിക്കുന്നവരിലേക്ക് നിന്റെ കരുണയും കൃപയും ചൊരിഞ്ഞാലും നാളത്തെ 14 മണിക്കൂർ നീളുന്ന ആരാധനയിലും ബലിപീഠത്തിൽ കരപ്പിച്ചുള്ള ശുശ്രൂഷയിലും പങ്കെടുക്കാൻ കാത്തിരിക്കുന്നവരെ സമർപ്പിക്കുന്നു. ഇപ്പോൾ ഇവിടെ ആയിരിക്കുന്ന സഹോദരങ്ങളെ, അവരുടെ കുടുംബങ്ങളെ, അച്യുതനെയും കുടുംബത്തെയും അരുണിനെയും കുടുംബത്തെയും അതോടൊപ്പം തന്നെ സഹോദരങ്ങളെ പൂർണ്ണമായും തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. ഇപ്പോൾ ഇവിടെ ആയിരിക്കുന്ന പെൺകുട്ടിയെയും എന്റെ ആംഗ്ലച്ചെറുക്കനെയും പൂർണ്ണമായി സമർപ്പിക്കുന്നു. കർത്താവേ, പ്രാർത്ഥന കഴിഞ്ഞ് ഇറങ്ങിയവരെയും സമർപ്പിക്കുന്നു. എന്റെ പൗരോഹിത്യ ശുശ്രൂഷകളെ, എന്റെ എല്ലാ ധ്യാനങ്ങളെയും ക്ലാസുകളെയും ബലിപീഠത്തിൽ സമർപ്പിക്കുന്നു. ബുധനാഴ്ച സമർപ്പിതർക്കായി നടത്തുന്ന ശുശ്രൂഷയെ, ദിവ്യകാരുണ്യ വിടുതൽ ശുശ്രൂഷയെ സമർപ്പിക്കുന്നു. വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും മാനസാന്തരങ്ങളും നടക്കട്ടെ. കിടപ്പ് രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എന്റെ ഈശോയെ, എല്ലാ ശാരീരിക അസ്വസ്ഥതകളും സുഖപ്പെടുത്തണമേ. സൗഖ്യമായി ഇറങ്ങണമേ. വിടുതലായി, ശാന്തിയായി, സമാധാനപരമായി. പരീക്ഷ എൻ്റെ ദൈവം അനുവദിച്ച പരിഹാരമേനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എൻ്റെ ദൈവം അനുവദിച്ച പരിഹാരമേനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എൻ്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, അഭിഷേകത്തോടെ വിടുതലിന് വേണ്ടി, ഡെലിവറൻസ് ലഭിക്കുന്നതിന് വേണ്ടി, ആന്തരിക സൗഖ്യമുണ്ടാകുന്നതിന് വേണ്ടി, ഒരുപാട് ജന്മങ്ങൾക്ക്
ശാന്തി കൊടുത്ത് പറഞ്ഞു വിട്ട കർത്താവേ, നിന്റെ ഒരു വാക്ക്, നിന്റെ ഒരു നോട്ടം ഞങ്ങളുടെ ജീവിതത്തെ ശക്തിപ്പെടുത്തട്ടെ. ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല, എല്ലാം തിരിച്ചു പിടിക്കാൻ പറ്റും. ആരെയും മാറ്റി നിർത്താതിരിക്കുന്നത് പൊരുതമ്പുരാനെ കരുതലോടെ കാക്കണമേ. കണ്ണുനീരൊപ്പുന്നവരെ, കരയുന്നവരെ സുഖപ്പെടുത്തണമേ. ഈശോയെ, പ്രതീക്ഷ നഷ്ടപ്പെട്ടവരെ, തളർവാദം പിടിപെട്ടവരെ സൗഖ്യപ്പെടുത്തുന്ന പൊരുതമ്പുരാനെ നിന്റെ ശക്തമായ ഇടപെടലുകൾ കരുതിയിട്ടുണ്ട്. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ച അഭിഷേകവും ആത്മാവിന്റെ ഇടപെടൽ സൗഖ്യമായി ഇറങ്ങണമേ. എന്റെ ശരീരത്തിലും എന്റെ ശുശ്രൂഷകളിലും ജീവിതത്തിലുമുള്ള എന്തിനെന്ന് ചോദിക്കില്ല, വചനത്തിന്റെ ശക്തി ഒടുക്കട്ടെ, സാന്നിധ്യത്തിന്റെ അഭിഷേകത്തിലെന്ന് ചോദിക്കില്ല. എന്റെ നന്മക്കായെന്നറിയുന്നു ഞാൻ, എന്റെ നന്മക്കായെന്നറിയുന്നു ഞാൻ, എന്റെ നന്മക്കായെന്നറിയുന്നു ഞാൻ, എന്റെ നന്മക്കായെന്നറിയുന്നു ഞാൻ. ഒരു നിമിഷം കരങ്ങൾ ഉയർത്തി നമുക്ക് വേണ്ടി സ്തുതിച്ചുകൊണ്ട് വചനത്തിന്റെ അഗ്നിക്കായി ദാഹിക്കാം. കർത്താവിന്റെ മൊഴിയിലെ അഗ്നി എന്റെ പാദങ്ങൾക്ക് വിളക്കായി തീരാൻ, തെറ്റിലൂടെ ചരിക്കാതിരിക്കാൻ, ഈ വിശുദ്ധവാരം എന്റെ കുടുംബപരമായ തെറ്റുകുറ്റങ്ങളെ ഏറ്റുപറയാൻ, പശ്ചാത്താപത്തോടെ ജീവിക്കാൻ, വീണ്ടും ദുശ്ശീലങ്ങളാകുന്ന ചെളിക്കുണ്ടിൽ വീണ്ടും അർത്ഥശൂന്യമായി ജീവിക്കാതിരിക്കാൻ, നേർവഴിയുടെ നേർക്കാഴ്ച കൊണ്ട് എന്റെ ജീവിതത്തെ ദിവ്യകാരുണ്യം കൊണ്ട് പൊതിയാൻ, IHS എന്ന വിശുദ്ധമായ മുദ്ര എന്റെ ഹൃദയത്തിന്റെ താളലയങ്ങളിൽ മുദ്രിതമാകാൻ, എന്റെ മുറിവുകൾ ഉണക്കാൻ, പ്രതീക്ഷ മങ്ങിപ്പോയ എന്റെ കണ്ണുകൾ പ്രതീക്ഷയുടെ ജ്വലനമുണ്ടാകാൻ, ഈസ്റ്ററിന്റെ ആ ജ്വലിക്കുന്ന അഗ്നിയാൽ ഞാൻ പ്രതീക്ഷയോടെ ജീവിക്കാൻ, എന്റെ കുടുംബത്തിന്റെ പ്രശ്നത്തിന് പരിഹാരമുണ്ടാകാൻ. തമ്പുരാനാണ് എന്റെ എല്ലാത്തിനും പരിഹാരം. ദിവ്യകാരുണ്യത്തില് എല്ലാ പ്രശ്നത്തിനും പരിഹാരമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ വിശുദ്ധ വാരത്തില് ഒരു തിരുവചനം മനസ്സിൽ നമുക്ക് കൊണ്ടുവരാം, ധ്യാനിക്കാം. യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ നിങ്ങളെല്ലാവരും ഒരാവർത്തി വായിക്കുക. കുടുംബത്തിലിരുന്ന് യേശു ഒരു ഭവനത്തിലെ ഭക്ഷണത്തിനിരുന്നപ്പോഴേ ആ ഗ്രാമത്തിലെ ആ പ്രദേശത്തെ പാപിനിയായ സ്ത്രീ സുഗന്ധതൈലത്തിന്റെ ഒരു കുടം കൊണ്ടുവന്ന് അവന്റെ കാൽക്കൽ ഒഴിച്ചു. ഇതിനെ പണ്ഡിതന്മാര് വിളിക്കുന്നത് പാഴാകലിന്റെ ആത്മീയത എന്നാണ്. അതിന് എന്തുമാത്രം വിലയുണ്ടായിരുന്നു എന്ന് അവൾ കരുതുന്നില്ല. വിലയേറിയ സുഗന്ധതൈലം എന്ന് അതിനെ വിളിക്കുന്നത്. ഒരുപാട് വിലയുള്ള സുഗന്ധതൈലം. ആ വില കണക്കിലെടുക്കാതെ അതിന്റെ ആ കുടത്തിന്റെ വക്ക് പൊട്ടിച്ച് കർത്താവിന്റെ കാൽക്കൽ ഒഴിച്ചെന്ന. ഒഴിച്ചത് മാത്രമല്ല, ഏറ്റവും വലിയ ദാസ്യവൃത്തിയുടെ അടയാളമായ മുടി കൊണ്ട് തുടയ്ക്കുകയും ചുംബിക്കുകയും ചെയ്തു എന്നാണ്. ഏറ്റവും വലിയ ദാസ്യവേലയും പാപപരിഹാരവും. താൻ എന്തായിരിക്കുന്നു അത് മുഴുവനും ആ കാൽക്കൽ കൊടുത്തു. അവളുടെ ജീവിതം മുഴുവനും ഈ വിലയേറിയത് ശരീരത്തിൽ പുരട്ടി
ഉപജീവന മാർഗം ശരീരം കൊണ്ട് ഒരുപാട് വ്യക്തികളെ ആകർഷിച്ചവള് പരിപൂർണമായിട്ട് അത് കർത്താവിന്റെ കാൽക്കൽ വെച്ചു എന്നേക്കുമായിട്ട് ജീവിതം കൊടുത്തു. യേശുവിനേക്കാൾ അപ്പുറമായൊരു വില ഒന്നിനുമില്ലെന്ന് കരുതിയവളാണ്. ഇംഗ്ലീഷിൽ ഒരു ചൊല്ലുണ്ട്, ലെറ്റ് ഗോ എന്നൊക്കെ പറയും. ജീവിതത്തിലെല്ലാം ലെറ്റ് ഗോ ആക്കി മാറ്റി കർത്താവാണ് വലുതെന്ന് തീരുമാനിച്ചു. നമ്മുടെയും ജീവിതയാത്രയില് ഏറ്റവും വിലയേറിയത് എൻ്റെ ദൈവമാണ്. സർവസ്വവും എൻ്റെ സമ്പത്തും എൻ്റെ പരിചയം കോട്ടയും മുഴുവനും ഷീൽഡ് കർത്താവാണ്. ഞാൻ വലുതെന്ന് കരുതും മുഴുവനും പൗലോസിനെ പോലെ ഉച്ഛിഷ്ടം പോലെ കരുതുക. ആ ഒരു തലത്തിലേക്ക് അവൾ വളർന്ന് കർത്താവിന്റെ സാന്നിധ്യം കൊണ്ട് നമ്മുടെയും ജീവിതത്തിൽ ചുങ്കസ്ഥലത്തെ പണപ്പെട്ടിയേക്കാൾ ഉപരി യേശുവായെന്ന് കരുതിയ മത്തായിയെ പോലെ, സക്കേവൂസിനെ പോലെ ഏറ്റവും വിലയേറിയത് എൻ്റെ ആത്മാവിനും മനസ്സിനും ഒരു സൃഷ്ടിക്കും സന്തോഷം നൽകാൻ പറ്റാത്തത് കർത്താവ് നൽകും. അതാണ് പറയുന്നത്, സൃഷ്ടികളിൽ ആശ്രയിച്ചാൽ ഒന്നിനൊന്നിന് അസമാധാനം കൂടിക്കൊണ്ടിരിക്കും. ജീവിതത്തിൽ ഒരിക്കലും സമാധാനം കിട്ടിയിരുന്നില്ല ഈ സഹോദരിക്ക്. പക്ഷേ അവൾ ഒരുപാട് സമ്പത്ത് കുമിഞ്ഞുകൂടിയിരുന്നു. സമ്പത്ത് കൊണ്ട് ജീവിതത്തെ ഒന്നുകൊണ്ടും നേടാൻ പറ്റില്ല. സമ്പന്നത ആത്മാവിന് ദൂഷ്യമേ വരുത്തുമെന്ന് കർത്താവ് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും ആത്മാവ് നഷ്ടമായാലും ഒന്നും നേടില്ല. ഇത് തിരിച്ചറിയാൻ സഭയ്ക്ക് പറ്റണം, കുടുംബത്തിന് പറ്റണം, വ്യക്തിക്ക് പറ്റണം. ഈ നോയമ്പ് കാലത്തെങ്കിലും സമ്പത്ത് നല്ലതാണ്, പക്ഷേ അത് പരോപകാരത്തിനും അത് ദൈവമഹത്വത്തിനും വേണ്ടി ഉപയോഗിക്കാൻ എന്ന് മനുഷ്യൻ തയ്യാറാകുന്നു, അന്ന് ഈ ലോകവും കുടുംബവും നന്നായി വരും. എൻ്റെ ശരീരവും എൻ്റെ കഴിവുകളും മുഴുവനും യേശുവിന് വേണ്ടി, മൂല്യങ്ങൾക്ക് വേണ്ടി, സുവിശേഷത്തിന് വേണ്ടി നിലകൊള്ളാൻ ഒരു സൃഷ്ടി തയ്യാറാകുമ്പോൾ അവരുടെ കുടുംബവും ജീവിതവും കർത്താവിനെ കൊണ്ട് പ്രശോഭിതമായി തീരും. ശിഷ്ടകാലം ഇവള് ജീവിതം മുഴുവനും കർത്താവിൻ്റെ കാൽക്കൽ വെച്ചുവെന്നാണ് വചനം പഠിപ്പിക്കുന്നത്. പക്ഷേ ഇതിന് കർത്താവിൻ്റെ കൂടെ നടന്നിട്ടും ജീവിതത്തിൽ ഒരിക്കൽ പോലും മാറ്റത്തിന് വിധേയമാകാത്ത ഒരു വ്യക്തി അവിടെ ഇരുന്ന് പറഞ്ഞൊരു സെന്റൻസാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്. ഇത് വിറ്റ് ദരിദ്രർക്ക് കൊടുത്തുകൂടെ എന്ന് പറഞ്ഞ് നെഗറ്റീവായൊരു കമന്റ് പറയുന്നുണ്ട്. സ്കറിയ യൂദസ്, അവനെ പറ്റി യോഹന്നാൻ സുവിശേഷകൻ തനതായ ഭാഷയിൽ എഴുതുന്ന ഒരു കാര്യമുണ്ട്. അവനത് പറഞ്ഞത് ദരിദ്രരോട് സ്നേഹമുണ്ടായിരുന്നിട്ടല്ല, കള്ളനായിരുന്നതുകൊണ്ടും പണസഞ്ചി അവന്റെ കയ്യിലായിരുന്നതുകൊണ്ടും അതിൽ നിന്ന് അവൻ കട്ടതുകൊണ്ടും. ഈ വചനത്തിൽ അത് കൃത്യം 3 കാര്യങ്ങൾ പറയുകയാണ്. ഒരു മനുഷ്യന്റെ അധപ്പതനം എന്ന് പറയും. പ്രിയപ്പെട്ടവരെ, ദൈവം കൂടെ ഉണ്ടായിരുന്നിട്ടും ദൈവത്തെ കൂടെ നടന്ന് അനുഭവിച്ചിട്ടും ഉള്ളിന്റെ ഉള്ള് ആഴമായ വ്യക്തിത്വത്തിന്റെ ശൂന്യതയാ വിളിച്ചോതുകയാണ്. അതായത് മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്, ദൈവത്തിന്റെ വചനം കൊണ്ട് അവന്റെ ആന്തരികത നിറയാഞ്ഞിട്ടാണ്. അതായത് പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ കണക്ക് കൂട്ടലുകളൊന്നും വെച്ച് മുന്നോട്ട് പോകരുത്. സമ്പത്തിനേക്കാൾ ഇവർ ദൈവത്തെ ആരാധിച്ചു പഠിക്കുക. ഒരു സഹോദരി എന്നോടൊരു കൗൺസിലിങ്ങിന് സമയത്ത് പറഞ്ഞ് ഞാനിപ്പോഴും ഓർക്കുക, പണമാണ് വേണ്ടത് ദൈവത്തെക്കാൾ ഉപരിയെന്ന്. എത്ര വിഡ്ഢിത്തരമാണ് ആ സഹോദരി പറഞ്ഞത്. കുടുംബം താറുമാറായിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും.
അതായത് ജീവിതത്തെ മുഴുവൻ സമ്പത്തിന്റെ കണ്ണുകൊണ്ടും പണത്തിന്റെ കണ്ണുകൊണ്ടും കാണരുത്. ദൈവത്തെ പോലും പണം കൊണ്ട് അളക്കരുത്. അത് സമർപ്പിതരും വൈദികരും സഭയും കുടുംബവും മുഴുവനും വിലയിരുത്തേണ്ടത് സമ്പത്ത് കൊണ്ടല്ല, സംവിധാനങ്ങൾ കൊണ്ടല്ല, ദിവ്യകാരുണ്യത്തിന്റെ പ്രഭ കൊണ്ട് ജീവിതത്തെ നോക്കിക്കാണണം. അതെ, കാരുണ്യം കൊണ്ട് ജീവിതത്തെ നോക്കിക്കാണണം. ദാരിദ്ര്യം കൊണ്ട് ജീവിതത്തെ നോക്കിക്കാണണം. ക്യാൻസർ ബാധിച്ചതുകൊണ്ട് പണം കൊണ്ട് വലിയ ഉപകാരം ജീവിതം പോയി കഴിഞ്ഞ് കർത്താവ് സുഖപ്പെടുത്തിയാൽ വലുത സൗഖ്യമാണ്. ഇവിടെ ഒരുപാട് വ്യക്തികൾ സൗഖ്യപ്പെടുന്ന ഒരു ബലിപീഠമാണ്. പണത്തിന്റെ കണക്കുകൂട്ടുകൾ കൊണ്ട് കുടുംബ ബന്ധങ്ങളെ വിലയിരുത്തരുത്, മനുഷ്യനെ വിലയിരുത്തരുത്, മനുഷ്യന്റെ ചെയ്തികളെ വിലയിരുത്തരുത്. ആ മകള് ചെയ്തത് അവളുടെ പാപഭാരം മുഴുവൻ ഇറക്കി വെക്കാനും, പക്ഷേ മറ്റൊരുവൻ വ്യാഖ്യാനിച്ചത് മുഴുവനും പണം കൊണ്ട്. അവൻ വചനം പഠിപ്പിക്കുന്ന അവസാനം ഒരു ഞാണിന്മേൽ തൂങ്ങിച്ചെത്തുവെന്നാണ്. ഇവൾ അപ്പസ്തോലയായി, അവൾ മറ്റവൻ ആത്മഹത്യ ചെയ്ത്. രണ്ടും രണ്ട് ധ്രുവങ്ങളിൽ. പാപമംഗലമായി ജീവിതം നയിച്ചത് തിരിച്ചു വന്ന അപ്പസ്തോലയായി, കൂടെ നടന്ന അപ്പസ്തോലൻ ആത്മഹത്യ ചെയ്തു. ഈ രണ്ട് ദുരന്തങ്ങൾ, കാഴ്ചപ്പാടിന്റെ വ്യത്യാസവും. ഇന്ന് ചക്കാലക്കൽ പിതാവ് ഞങ്ങളോട് പറഞ്ഞൊരു സെന്റൻസ് ഞാൻ റിപ്പീറ്റ് ചെയ്യുകയാണ്. മനുഷ്യൻ നന്നാകാൻ സ്വയം തീരുമാനിച്ചില്ലെങ്കിൽ ദൈവത്തിന് പോലും ഒന്നും ചെയ്യാൻ പറ്റില്ലെന്ന് എത്രയോ മനോഹരമായ വചനമാണ്. ദൈവം പോലും നമ്മളെ മൈൻഡ് ചെയ്യില്ല നമ്മൾ തീരുമാനിച്ചില്ലെങ്കിൽ. അതാണ് യൂദസിന്റെ കാര്യത്തിൽ എത്രയോ സാക്ഷ്യം. ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ നോയമ്പ് കാലത്ത് സമ്പത്തിന്റെ കണക്ക് കൂട്ടലുകൾ കൊണ്ട് ദൈവികതയുടെ പരമോന്നതമായ കരുണ വിധിക്കരുത്, കാണരുത്. കരുണ കൊണ്ട് ജീവിക്കാൻ പറ്റട്ടെ. ദാഹിക്കട്ടെ കരുണയ്ക്ക് വേണ്ടി. ഈ കൃപാനയിൽ നിന്നും ദിവ്യകാരുണ്യത്തിൽ നിന്നും സ്വീകരിക്കാത്തതായിട്ടൊന്നുമില്ലെന്ന് അച്ഛന് വളരെ കൃത്യമാണ്. 5 വർഷം കൊണ്ട് 46,000 മനുഷ്യര് അനുഗ്രഹം മേടിച്ചു പോയ ഒരു ബലിപീഠമാണിത്. അതെ, തകർന്ന മനുഷ്യര് മുഴുവനും രക്ഷപ്പെട്ടിട്ടുണ്ട്. കാരണം അവിടുന്ന് അരുളി ചെയ്തു, ഞാൻ ജീവിക്കുന്ന ദൈവമാണ്. അതെ, നമുക്ക് പ്രാർത്ഥിക്കാം, ആശീർവാദത്തിനൊരുങ്ങാം. യേശുവേ നന്ദി, യേശുവേ ആരാധന 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 ആരാധന. കർത്താവേ കരുണ തോന്നണമേ, അഭിഷേകത നിറയണമേ. സാന്നിധ്യം മതി എന്നുള്ള ആ ഈരടി ആലപിച്ച് ഈ അത്ഭുതങ്ങൾ നടക്കുന്ന ഈ വിടുതൽ ശുശ്രൂഷയുടെ ആശീർവാദത്തിന് എല്ലാവരും മുട്ടുകുത്തുക. കൃപയൊഴുകട്ടെ, അഭിഷേകം നിറയട്ടെ. കണക്ക് കൂട്ടലുകൾ വിശ്വാസത്തിന്റെയും ദിവ്യകാരുണ്യത്തിന്റെയും ശക്തിയിൽ സമർപ്പിച്ചുകൊണ്ടായിരിക്കട്ടെ. കണ്ണുകൾ തുറക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ആന്തരികതയുടെ ഈ ലോകത്തിന്റെ തിന്മയുടെ മേൽ കർത്താവ് ആധിപത്യം പുലർത്തി നന്മ വിളങ്ങട്ടെ. സഭയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സാന്നിധ്യം മതി, നാഥാനിൻ സാന്നിധ്യം മതി. ഈശോയേ നിൻ സാന്നിധ്യം മതി. ഈശോയേ നിൻ സാന്നിധ്യം മതി. ഈശോയേ നിൻ സാന്നിധ്യം മതി. നാഥാനിൻ സാന്നിധ്യം മതി. നാഥാനിൻ സാന്നിധ്യം മതി. പരിശുദ്ധ പരമാദിവ്യകാരുണ്യ
ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.